ബിസ്മില്ല വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ബന്ധം സുദൃഢമാക്കാനും ശക്തിപ്പെടുത്താനും സന്ദർശനങ്ങൾ ഉപകരിക്കുമെന്ന് നമുക്കറിയാം. സന്ദർശനം ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ പ്രതിഫലങ്ങളും ഇസ്ലാം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ മറ്റൊരു നാട്ടിലുള്ള തൻ്റെ സഹോദരനെ സന്ദർശിക്കുവാൻ വേണ്ടി പോയ സമയത്ത് അല്ലാഹു തആല അയാളിലേക്കൊരു മലക്കിനെ നിയോഗിച്ചു. അയാൾ അവിടെ എത്തിയപ്പോൾ മലക്ക് ചോദിച്ചു, എവിടെ പോവുകയാണ്? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഈ ഗ്രാമത്തിൽ എനിക്കൊരു സഹോദരനുണ്ട്, നിനക്കെന്തെങ്കിലും ലഭിക്കാൻ എന്ന ഉപകാരത്തിന് വേണ്ടി പോവുകയാണോ? അയാൾ പറഞ്ഞു, ഇല്ല, ഒന്നുമില്ല. അള്ളാഹുവിൻ്റെ പേരിൽ ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു, എൻ്റെ സുഹൃത്താണ്, എൻ്റെ സഹോദരനാണ്, പടച്ചവന് വേണ്ടി അയാളെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്ക് പറഞ്ഞു, അല്ലാഹു തആല നിന്നിലേക്ക് നിയോഗിച്ച ദൂതനാണ് ഞാൻ. അള്ളാഹു നിന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നീ അയാളെ ഇഷ്ടപ്പെടുന്നത് പോലെ എന്ന് മലക്ക് പറഞ്ഞുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അതുപോലെ ഇമാം അഹ്മദും ബുഖാരി തൻ്റെ അദബുൽ മുഫ്രദിലുമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ സന്ദർശനത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. ഭൗതിക നേട്ടങ്ങളൊന്നും ഇച്ഛിക്കാതെ, മറ്റ് യാതൊരു കാര്യങ്ങളുമില്ലാതെ ഒരു സഹോദരനെ, എൻ്റെ സഹോദരനാണവൻ, ദീനീ സഹോദരൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു എന്ന രൂപത്തിൽ ഒരാൾ സന്ദർശിക്കുവാൻ വേണ്ടി പോയാൽ അയാളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുവെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ സന്ദർശനം പ്രോത്സാഹിപ്പിച്ചൊരു സംഗതിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.